ഹേ ഗൈസ്, അപ്പോൾ അനോമി മൂവി കണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാവനയും റഹ്മാനും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ വന്ന സിനിമയാണ്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഭാവനയുടെ എൻട്രിയാണ്. ഭാവനേനെയാണ് ആദ്യം കാണിച്ച് ഈ സിനിമ തുടങ്ങുന്നത്. ഈ ഭാവന ആ തുടക്കം മുതൽ വയ്യാത്ത ഒരു ഫീലാണ്. അതിൻ്റെ കൂടെ പുള്ളിക്ക് ഒരു അനിയനുണ്ട്. പുള്ളിക്കാരത്തിയുടെ അത്രയും കൂടി വയ്യ, അങ്ങനത്തെ ഒരു സാധനം. ഇത് കണ്ടിരിക്കണം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വയ്യാതെയാവും, അത് വേറെ കേസ്. ഫസ്റ്റ് തന്നെ ഇവരുടെ സിസ്റ്റർ ബ്രദർ ബോണ്ടിലൂടെയാണ് ഈ സിനിമ അങ്ങോട്ട് പോകുന്നത്. ഇതിന്റെ ഇന്റർവെൽ പോർഷനിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ജോണറിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റഹ്മാനും അവരൊക്കെ വരുന്നത്. റഹ്മാൻ ഇതിൽ പോലീസ് ഓഫീസർ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഭാവന ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറിലാണ് വരുന്നത്. ഒരു കേസ് അന്വേഷണമാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ ഈ കേസ് അന്വേഷണത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവര് ഒരുമാതിരി നമുക്ക് ഒട്ടും കണക്ട് ആവാത്ത കുറെ ഇമോഷൻസ്, ഇപ്പം കുറച്ചു നേരം ഭാവനയുടെ ഇമോഷൻസ് ആയിരിക്കും, കുറച്ചു നേരം നമ്മുടെ റഹ്മാന്റെ ജീവിതത്തിൽ നടന്ന ഇമോഷൻസ് ആയിരിക്കും. ആ സമയത്ത് കേസ് തെക്കോട്ട് പോകും. അങ്ങനത്തെ ഒരു രീതിയിലാണ് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സെക്കൻഡ് ഹാഫിൽ ചിലയിടങ്ങളിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടൊക്കെ തോന്നും. ആ സമയത്ത് ഈ ഇമോഷൻ കൊണ്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്യും. എന്നിട്ട് ഒരു തൊലിഞ്ഞ ബീജിയം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആ ബീജിയം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു സീരിയൽ കണക്കിന് രീതിയിലുള്ള സാധനമാണ് ആ ഇമോഷൻ സീൻസിന് ഇവർ ഇട്ടേക്കണം. കാണുന്ന പ്രേക്ഷകന് വളരെ ഒരു ശോകമൂകതയാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തോന്നുന്നത്. അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് അവസാനം ഈ പടം അങ്ങോട്ട് അവസാനിപ്പിക്കും. പിന്നെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ചില പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത മോട്ടീവാണ്. പക്ഷെ ആസ് എ ഹോൾ സിനിമയിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു ഇതെല്ലാം. മോട്ടീവും കാര്യങ്ങളും എല്ലാം നല്ല കോമഡി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ഈ സിനിമയിലത്തെ ഡയലോഗ് ഡെലിവറി, അതുപോലെ തന്നെ കുറച്ച് ഫൈറ്റ് കൊറിയോ ഒക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലെ വമ്പൻ ട്വിസ്റ്റുകൾ, അതൊക്കെ കുറച്ച് സിനിമകൾ കാണുന്നവർക്ക് ഭയങ്കര പ്രഡിക്റ്റബിളായ വമ്പൻ ട്വിസ്റ്റുകളാണ് ഈ സിനിമ ഉടനീളം ഉള്ളത്. ഈ സിനിമ ഇത്രയും വലിച്ചു നീട്ടേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ എനിക്ക് ഈ സിനിമ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അങ്ങോട്ട് വർക്കൗട്ട് ആവാത്ത ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണല്ലോ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം.